ഹേ ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് എല്ലാം കൊണ്ട് നമ്മൾ ഫ്രീ ആയിക്കണം. കാരണം ഇന്നലെ എന്താ പറയുക, ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് ഫുള്ള് സെറ്റായി കഴിഞ്ഞ്. ഇന്നത്തെ അഞ്ച് പറയുന്നത് അപ്പൂസേ, ഇതെന്താ പറയുന്നത്? കണ്ടോ ഗായ്സ്, ഇത് ഞാൻ ഇതും വെച്ചുകൊണ്ട് വീഡിയോ എടുത്തപ്പോൾ എന്നെ കൊണ്ട് അയപ്പിച്ചിട്ടുള്ളൂ. കണ്ടോ, അത് ഓളൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഓള് വിളിച്ചു, അത് ഓൾതാ ഇന്ന, അത് ഓളെ ഞാൻ എന്താ പരിപാടി കാണിച്ചത് നിങ്ങൾക്ക്. എന്താണ്, ഒരു പമ്പേഴ്സ് ഇട്ട് ഇരിക്കണുള്ളൂ. അതുകൊണ്ടാണ് വരുന്നത്. ഇതാരെ പൊട്ടിച്ചത്? ആരെ പൊട്ടിച്ചേ? അപ്പൂസിൻ്റെ വണ്ടി എവിടെ? അപ്പൂസിൻ്റെ പൂവടെ? അതാരവിടെ കൊണ്ടുവച്ചത്? അപ്പൂസിൻ്റെ വണ്ടിയിൽ പാട്ടുണ്ടോ? ഹായ് ഗായ്സ് പനള, അവരോട് ടാറ്റ കൊടുത്ത ടാറ്റാ. അപ്പോൾ ഗായ്സ്, എന്താണ് അപ്പൂസിന് കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയത്. അപ്പൂസിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇതൊക്കെ. പക്ഷെ ഓക്ക് അതൊന്നല്ല വേണ്ടത്, ഓക്ക് ലോറിയാണ്. അപ്പൂസിൻ്റെ ലോറിയോടെ ഞാൻ ഗായ്സ് അപ്പൂസിൻ്റെ ലോറി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ ലോറിയൊക്കെ കിട്ടിയിരുന്നു അപ്പൂസിന്. ഇതന്നെ വണ്ടി തന്നെ വിടുക, അതിനെ പോവാ ഇപ്പോൾ കാണിച്ചിട്ടോള്. ഗുഡ് ഗേ. അതെന്താ പീപ്പിച്ചികളും തൊടാൻ പാടില്ല. അപ്പോൾ ഗായ്സ്, നമ്മളെ പരിപാടി അൽഹംദുലില്ലാ റാഹത്തായി കഴിഞ്ഞ്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാമല്ലോ വെച്ചാൽ, ആദ്യമായിട്ടാണ് ഞാൻ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ എങ്ങനെ എന്താണെന്നുള്ളത് ഒരു പിടുത്തവും ഇല്ലാതെ നമ്മൾ ആകെ പേടിച്ച് വരച്ച് അങ്ങനെയാണ് നമ്മൾ പരിപാടി നടത്തിയത്. അൽഹംദുലില്ലാ ഒക്കെ റാഹത്തായി കഴിഞ്ഞ്. അപ്പോൾ ഇനി പരിപാടിയൊന്നും ഉണ്ടാവില്ല, ഇനി ബർത്ത്ഡേയും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാക്കണില്ല. ഫസ്റ്റ് അപ്പൂസിൻ്റെ ബർത്ത്ഡേ നമ്മൾ എന്ത് ചെയ്യാം, കാരണം ഓളെ ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ കാരണത്താൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തു, ബർത്ത്ഡേ കുറച്ച് വലുതാക്കി ഒരു 40 ആൾ, എൻ്റെ ഫ്രണ്ട്സ്, ദിലുവിൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എല്ലാവരും ചില്ലറ ആൾക്കാർ, അങ്ങനെ നമ്മൾ പരിപാടി സെറ്റാക്കി ഒക്കെ റാഹത്തായി കഴിഞ്ഞ്. അപ്പോൾ ഇനി എന്താണ്, കടയിൽ നിന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കട കുറച്ച് ലേറ്റായിട്ട് അടക്കാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ദിലു ഇപ്പം തന്നെ വെയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കണ്. നമുക്ക് ദിലുവിനോട് ചോദിച്ചു നോക്കാം. എന്താ ഇതുണ്ടോ? അപ്പോ മമ്മമ്മ തിന്നാൻ പോയിട്ടുണ്ടോ ജി? പപ്പാൻ്റെ അമ്മ വാ പപ്പാൻ്റെ അമ്മ വാ, മമ്മമ്മ തിന്നാൻ പോവാ. എന്നാ പപ്പ പോവാ. ഇതുണ്ടോ? അപ്പോൾ ഗായ്സ്, ഞാൻ ദിലുവിനോട് ചോദിച്ചോട്ടെ. ദിലോ എനിക്ക് എന്താ പറയല്ലേ, നമ്മൾ ഫസ്റ്റായിട്ട് പരിപാടി നടത്തിച്ച് സൂപ്പർ. അതിൻ്റെ എന്താ പറയുക, ഇത് പറഞ്ഞ ഇതുവരെ അപ്പൂസിൻ്റെ ആയിട്ടും നമ്മളതല്ല, അപ്പൂസ് ജനിച്ചിട്ട് നമ്മൾ ഇതുവരെ ഒരു പരിപാടി ഉണ്ടാക്കിയില്ലല്ലോ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു, നമ്മളെ പരിപാടി നടത്തി കഴിഞ്ഞാൽ എന്താവും എന്തൊക്കെയാവും എന്നുള്ളത് എന്തെങ്കിലും തോന്നിയില്ല? എനിക്ക് ഒന്നും തോന്നിയില്ല. അതന്നെ ചോദിച്ചു, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയില്ല നമ്മള്, അതിന്റെ എക്സൈറ്റ്മെന്റ് എന്തൊക്കെയാണ്? യെസ്, അതൊന്ന് പറഞ്ഞ ഉണ്ടോ? ഞാനിത് ആരോടെ പറയണേ, ഇതിലാണ് വെച്ച് എനിക്ക് എന്താ പറയാ, സത്യം പറയാലോ, എനിക്കിപ്പോ അവിടെ ഇറങ്ങിയത് റോട്ടിൽ നിന്നുണ്ട് അപ്പുറത്ത് പള്ളിത്തോട് പോയി കണ്ട് സലാം പറയാ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് വർത്താനം പറയാം. അവിടെ പോയിട്ട് വ്ളോഗ് എടുക്കുക ഏറ്റവും നല്ലത്. കാരണം ഞാൻ ആരോട് ചോദിച്ചത്, ഇച്ച് വരുന്ന മറുപടി ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെ ഈ വ്ളോഗ് മുന്നോട്ട് പോകും നിങ്ങൾ പറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ല ജീവിതത്തിന്. കണ്ടോ, ഓളേറ്റ് തൊള്ളതൊന്നും പറയില്ല. എന്താ പറയുന്നവർക്ക് എത്തേലും എന്താ സപ്പോർട്ട് ചെയ്യാൻ കണ്ട് ഓളെത്തേലും പറയോ? ആവൂല്ല. നിങ്ങൾക്ക് എന്താ പറയും? ഇത് മറ്റേ കാഴ്ച ആ ഇന്റർവ്യൂവിലെ കുട്ടീനോട് നിങ്ങൾക്ക് എന്താ ഇവരോട് പറയല്ലോ ചോദിച്ചു, ഒന്നും പറയാല്ല. എന്നാ മാരെ പോതില്ലുവിനോട് ഞാൻ എന്താ ചോദിച്ചു, എന്താ ചൊന്നും അങ്ങനെ തോന്നില്ല, അങ്ങനെ ആക്കണില്ല അങ്ങനെയല്ല ഞാൻ ചോദിക്കണത്. നമ്മള് അതാണ് ഞാൻ ചോദിച്ചത്. ഇജ്ജ് ഇതിലാരും ഗെറ്റപ്പല്ല ഉദ്ദേശിച്ച്. പിന്നെ ഓളെ മാത്രം കാണിച്ചെടുക്കണില്ല. ഓള് ചോറുമ്പൊക്കെ കഴിച്ച് പോണത് എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ അതാ ചോദിക്കണത്. എങ്ങനെയാണ് ഡെക്കറേഷൻ കൊണ്ടുപോകും? കാരണം ഒലക്കമ്മലായി, പിന്നെ കേക്ക് കട്ട് ചെയ്ത് സെറ്റ് ആയിട്ടില്ല ഇല്ലല്ലോ. ഒന്നൊരു എന്താ പറയാ, ഒരു അധീനത്തിൽ നമ്മൾ വിചാരിച്ച
കാരണം അങ്ങോട്ട് ഫോട്ടോഷൂട്ടിന് നമ്മൾ പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സ്ഥലത്ത് നിന്ന ഏത് നിന്ന ഇജ്ജവിടെ നിന്ന ആദ്യം ഇജ്ജവിടെ ഇരുന്ന സെറ്റല്ലേ. അപ്പൊ നമ്മള് പറഞ്ഞ എന്താ വെച്ചാല് നമ്മള് കേക്കിനല്ല അപ്പൂസിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കരുതിയമാതിരി നമ്മൾ റിട്ടേൺ പോരാൻ ടൈം കുറെ ലേറ്റ് ആയി. കാരണം 6 മണി ഒക്കെ അയക്കണേ. പോരാത്തിന് നമ്മൾ എന്ത് ചെയ്തു, കേക്ക് വാങ്ങാനും അവിടെ പോയി. കേക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിലേറെ ലേറ്റ് ആയി. പിന്നെ നമ്മൾ ഏകദേശം വണ്ടൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നത്. നമ്മൾ എന്ത് ഉദ്ദേശിച്ച് വെച്ചാല് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോത്തിന് കേക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് കഴിയണം. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാം. നിസ്കാരം കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാനാക്കി ഇരുത്തിയത്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോ തന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. പിന്നെ നമ്മൾ എന്താ പറയാ, സെറ്റിങ് തുടങ്ങിയപ്പോഴും ഇശാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴും നമ്മൾ എന്ത് ചെയ്തില്ല, കേക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ ടൈമും കാര്യങ്ങളൊക്കെ തെറ്റി. പിന്നെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിപ്പോയി. ലാസ്റ്റ് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യലും ഫുഡിന് ഒരുങ്ങിയപ്പോൾ ഇതിന് എന്ത് ചെയ്ത്, കറണ്ട് പോയി. കറണ്ട് ഏകദേശം അരമണിക്കൂറിലും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കറണ്ട് വന്നത്. ആകെ എന്താ പറയാ, ആകെ എന്തൊക്കെ ചടപ്പിച്ചാനായിട്ട് വൃത്തം പോയി. കാരണം മഴ ഉണ്ട്, ഒരു സ്പ്രേ ആയില്ല മഴ. അതിന് നമ്മൾ ഉറപ്പായി കിട്ടിയോണ്ട് നമുക്ക് വല്ലാതെ പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ കറണ്ട് പോയി നിങ്ങളോട് പറയാം, എന്താ അത്രയും ആൾക്കാർ വന്നല്ലേ. ഒരു ജനറേറ്ററൊക്കെ കൊണ്ടുവരില്ലേ ഇതിലും ഇതറിഞ്ഞിക്കണമെങ്കിൽ വെറുതെ. പിന്നെ ഗൈസ് പിന്നെ എല്ലാവരും എന്ത് ചെയ്തു, കറണ്ട് പോയത് ത്രില്ലാക്കിയിട്ട് എല്ലാവരും ഫ്ലാഷ് ഒക്കെ കൊണ്ടുപോക്കി സെറ്റാക്കി പൊട്ടി കഴിച്ച്. പിന്നെ 2 ട്രിപ്പ് ഇരുന്ന് കഴിഞ്ഞപ്പോത്തിന് എന്താ കറണ്ടൊക്കെ വന്ന് ഗൈസ് ഇപ്പൊ പെണ്ണ് തയ്ക്കണില്ല കേട്ടോ, ഫുള്ള് പറയാൻ അയക്കണില്ല. അപ്പൊ കറണ്ട് വന്ന് പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും 10 മണിയൊക്കെ ആയപ്പോഴും എല്ലാവരും ഒതുങ്ങി. ആ എൻ്റെ ബർത്ത്ഡേ പറ്റി പറയുന്നത് അനക്കെന്താ പറയാല്ലേ? അനക്കെന്താ ഒക്കെ ഓക്ക് വേണം. ഇത് പപ്പാക്ക ഔവാട്ടിക്ക, പപ്പാക്ക ഔവന്നാ തരാ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്ന് ചോറ് കഴിച്ചാൻ പോവാണ്. പപ്പ ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഇന്നത്തെ ഭക്ഷണം, രാത്രിക്കത്തെ ഭക്ഷണം. പപ്പടം ഉണ്ട്, ചിക്കന്, തൈര്, അച്ചാറ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഭക്ഷണം. എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇന്ന് കഴിഞ്ഞു. ഓള് വ്ളോഗിൻ്റെ ഓള് തിന്നണ തന്നെ ഉണ്ട്, ഒന്നും പറയാനൊന്നും നോക്കി കിട്ടണില്ല. അപ്പോൾ നമ്മൾ ഞാനും എന്ത് ചെയ്യാണ്, ഫുഡ് കഴിക്കണം. ദിലുവിന് ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ലല്ലോ, മിഞ്ഞാന്ന് ഉറക്കം ശരിയായിട്ടില്ല. പിന്നെ ഈ ഉറങ്ങണൊക്കെ എന്താ ദിലു? നല്ല സുഖത്തിലുണ്ടാവും, നല്ല സുഖം പറഞ്ഞാൽ നല്ല സുഖത്തിൽ ഉറങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ വേറെ സീനൊന്നും ഇല്ല. ഇനി ഇന്നലെ ഓളെ അനിയത്തി മിന്നുണ്ടായിനൊപ്പം. അപ്പോൾ ഓല് രണ്ടാളും അവിടെ കിടന്ന്, ഞാൻ അപ്പുറത്തെ റൂമിലും കിടന്ന് ഞാൻ നല്ല സുഖത്തിൽ ഇറങ്ങി ഗൈസ്. അപ്പോൾ നേരം വെളുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. പോയി ദിലോ. അനക്കെന്താ, അനക്കൊന്നല്ലേ പപ്പ ഉണ്ടായിട്ട് ഉറക്കം വന്നില്ല? പപ്പല്ലായിട്ട് ഓക്ക പ്രശ്നമൊന്നുമില്ല. ഓക്ക് പിന്നെ ഓക്ക് എന്താ വെച്ചാൽ കെട്ടിപ്പിടിച്ചാൻ പറ്റില്ല അപ്പൂസിന്. പുതപ്പ് പറ്റൂല, ഒന്നും പറ്റൂല. ഓളൊന്നും കാട്ടാൻ പറ്റില്ല, വലിച്ചാണല്ലോ. അതേമാതിരി നമ്മളുള്ള സുഖത്തില് നമ്മൾക്ക് ഇങ്ങനെ കണ്ടാണല്ലോ കെട്ടിപ്പിടിച്ചോണ്ട് ഉറങ്ങാൻ തോന്നൂലേ? കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഒറ്റ ചോട്ടാ ഓടുന്നവര് വാപ്പ തന്താണല്ലോ കെട്ടിപ്പിടിച്ചാണോ അല്ലേ? അപ്പൊ ഗൈസ് ഒന്നും അയക്കണില്ല. ഇനി നമുക്ക് ഇൻഷാ അല്ലാ നാളെ ഞായറാഴ്ചയാണ്. അപ്പൊ നാളെ നമുക്ക് ഫുൾ വ്ളോഗ്